വീട്ടക വായനാ സദസ്സ് സംഘടിപ്പിച്ചു. പന്മന മനയിൽ ശ്രീ വിദ്യാധിരാജ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗ്രന്ഥശാലയാണ് വീട്ടക വായനാ സദസ്സ് സംഘടിപ്പിച്ചത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പന്മന മനയിൽ ശ്രീ വിദ്യാധിരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് വീട്ടക വായനാ സദസ്സ് സംഘടിപ്പിച്ചത്. പന്മന മനയിൽ ശ്രീവിലാസം ആനന്ദകുമാറിന്റെ വസതിയിൽ സംഘടിപ്പിച്ച വീട്ടക വായനാ സദസ്സ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അത്തരം വിശ്വാസങ്ങൾ മാറുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം മാറുമ്പോൾ ഒരു കാലത്ത് മലയാളിയാക്കിയ സന്തോഷം നമ്മുടെ വീട്ടടങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. നമ്മുടെ സന്തോഷം എവിടെയാണ് പോയത്? മനുഷ്യനല്ലാതായി പോകുന്ന അവസ്ഥയുണ്ട്. ആ മനുഷ്യത്വത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് വായനയെ തിരിച്ചു പിടിക്കാനാണ് പറ്റുമാറും. ആ മനുഷ്യത്വത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനാണ് മാർഗം. സംസാരിക്കുന്നതിന്റെ പ്രശ്നം എന്താ? കുടുംബശ്രീ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് നിൽക്കുകയാണ്. ഇപ്പോ നിങ്ങളൊന്ന് വാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നൊരു ചോദ്യമുണ്ട്. അതൊരു പ്രശ്നം. നിങ്ങൾ ഉപാധികളില്ലാതെ ഇരിക്കാനും സംസാരിക്കാനും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ള കഴിവുകൾ പുറത്തെടുക്കാനും തീരുമാനിക്കുമ്പോഴാണ് മനുഷ്യനാകുന്നത്. കഴിഞ്ഞ വർഷം കേരളം ഏറ്റവും കൂടുതൽ കണ്ട നൃത്തം പത്മ സുബ്രഹ്മണ്യത്തിന്റെ അല്ല, ശോഭനയുടെയും അല്ല, നമ്മുടെ സരസമ്മ എന്ന് പറയുന്നൊരു ചേച്ചി ഒരു ഉറിയടി നടക്കുന്നതിനിടയ്ക്ക് തൊടിയൂരിൽ ഞങ്ങളുടെ EMS ലൈബ്രറിയുടെ അപ്പുറത്ത് ഒരു ഡാൻസ് കളിച്ചു. ആ ഡാൻസ് 3 മില്യൺ ആളുകളാണ് കണ്ടത് കേട്ടോ. 10, 60, 65, 70 വയസ്സുള്ള ചേച്ചിയെ ഈ ലോകം അറിയുന്നത് ചേച്ചി പഠിക്കാത്ത ഒരു നൃത്തം അഭ്യസിച്ചതിന്റെ പേരിലാണ്. ഒരു ചിലങ്ക കെട്ടാൻ ആഗ്രഹമില്ലാത്ത, എപ്പോഴെങ്കിലും നൃത്തം ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാകണം. ഒരു പാട്ട് പാടാൻ ആഗ്രഹമില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടാകണം. ഗ്രന്ഥശാല പ്രസിഡന്റ് AK ആനന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് C സജീന്ദ്രകുമാർ സ്വാഗതം പറഞ്ഞു. ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ദിവ്യ ദേവകി പുസ്തകം പരിചയപ്പെടുത്തി. ഞാനൊക്കെ വായിച്ചാരംഭിച്ചത് സാർ നേരത്തെ പറഞ്ഞ പുസ്തകത്തിനുള്ളിൽ 4 മടക്കിക്കൊണ്ടുവന്ന മംഗളവും മനോരമയിലുമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് നാണക്കേടൊന്നും തോന്നുന്നില്ല. എന്റെ വീട്ടിൽ എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ആദ്യമായി വായിച്ചിരുന്നത്, ഞാൻ കണ്ടത് അവരൊക്കെ ഈ മണ്ണവിളക്കിന്റെ വെട്ടത്തിരുന്ന് വായിച്ചിരുന്ന ഈ പുസ്തകങ്ങളാണ്. നീള അനിൽകുമാർ, C രഘു, ആതിര പ്രകാശ്, സിനികുമാർ, അരുൺ C പിള്ള, സിനി VR തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.